2024 ബ്രസീലിയൻ GP കോരിച്ചൊരിയുന്ന മഴയത്ത് ഗ്രിഡിൽ P17 തുടങ്ങിയ മാക്സ് വെർസ്റ്റാപ്പൻ റേസ് ഫിനിഷ് ചെയ്ത് P1-ലാണ്. അതും രണ്ടാമത് ഫിനിഷ് ചെയ്ത ഒക്കോണേക്കാൾ 19 സെക്കൻഡ് ഹെഡായിട്ടാണ് മാക്സ് റേസ് ഫിനിഷ് ചെയ്തത്. മഴയത്ത് കാർ മാനേജ് ചെയ്യുന്ന രീതി മാക്സിൻ്റെ വളരെ ഡിഫറൻ്റ് ആണ്. ആൻഡ് ഈ ഡിഫറൻസ് ഇൻ ഡ്രൈവിംഗ് സ്റ്റൈൽ തന്നെയാണ് മാക്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇൻ വെറ്റ് വെതർ കണ്ടീഷൻസ്. സോ എന്തൊക്കെയാണ് മാക്സിനെ വെറ്റ് വെതർ കണ്ടീഷൻസ് വ്യത്യസ്തനാക്കുന്നത് നമുക്ക് ചെറുതായിട്ട് നോക്കാം. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് മാക്സിൻ്റെ ഡ്രൈവിംഗ് ലൈൻ സെലക്ഷൻ ആണ്. മഴ പെയ്യുമ്പോൾ സാധാരണ നോർമൽ റേസിംഗ് ലൈൻ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. പക്ഷേ മാക്സ് ഈ സമയം വേസ്റ്റ് ചെയ്യാതെ ആസ്ഫാൾട്ടിലെ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള പാർട്ട് റിയൽ ടൈമിൽ അനലൈസ് ചെയ്ത് ഏറ്റവും പെട്ടെന്ന് കണ്ടെത്തും. ബാക്കിയുള്ള ഡ്രൈവേഴ്സ് ഓരോ ലാപ്പിൽ ഈ ആസ്ഫാൾട്ടിൽ ഈ ഡ്രൈ പാർട്ട് കണ്ടെത്താൻ സമയം എടുക്കും. മാക്സ് റിയൽ ടൈമിൽ ഇത് അനലൈസ് ചെയ്ത് പെട്ടെന്ന് കണ്ടെത്തും. ആൻഡ് ദിസ് ഗീവ്സ് ഹിം എ വെരി ബിഗ് അഡ്വാൻറ്റേജ്. മാക്സ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രൈവറാണ്. ബാക്കി എഞ്ചിനീയേഴ്സ് പറയുന്ന കണക്ക് തന്നെ മറ്റ് ഡ്രൈവേഴ്സിന് കണ്ടെത്താൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ചെയ്യാൻ പറ്റാത്ത ചെറിയ ചേഞ്ചസ് പോലും മാക്സിന് കൊടുക്കാൻ പറ്റും. ഈ ടാലൻറ്റ് മാക്സിന് ഇൻബോൺ ആയിട്ട് കിട്ടിയതല്ല, മാക്സിൻ്റെ കോൺസ്റ്റന്റ് ട്രെയിനിങ് കൂടെ കിട്ടിയ, അതും കാർട്ടിംഗ് കാലത്ത്. അതായത് മഴയത്ത് കാർട്ടിംഗ് പരിശീലനം കൂടുതലും കുട്ടികൾ എടുക്കാറില്ല. പക്ഷേ യോസ് വെർസ്റ്റാപ്പൻ മാക്സിന് ഏറ്റവും കൂടുതൽ ജയിച്ചേക്കുന്നത് മഴയത്തെ കാർട്ടിംഗ് പരിശീലനമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു അസിസ്റ്റൻസും ഇല്ലാത്ത കാർട്ടുകളിൽ ട്രാക്കിൽ ഗ്രിപ്പ് കണ്ടെത്താൻ വേണ്ടി മാക്സ് എല്ലാ രീതിയും ട്രൈ ചെയ്ത് നോക്കി. ആൻഡ് ദാറ്റ് മെയ്ഡ് ഹിം എ സെൻസിറ്റീവ് ഡ്രൈവർ. ആൻഡ് അതാണ് മാക്സ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാറിൻ്റെ കോർണേഴ്സ് റൊട്ടേഷൻ. സാധാരണ നമ്മളിപ്പം സ്റ്റിയറിംഗ് വീൽ വെച്ച് മാത്രം ഈ വെറ്റ് റേസുകളിൽ കാറ് കോർണറിൽ തിരിക്കാൻ നോക്കിയാൽ കാർ സ്ലൈഡ് ചെയ്തു പോകും, ഫ്രണ്ട് വീല് സ്റ്റൈൽ ചെയ്തു പോകും. ആൻഡ് മാക്സ് സത്യത്തിൽ ഇവിടെ സ്റ്റിയറിങ്ങും ത്രോട്ടിലും ബ്രേക്കും ഒരു സ്പെസിഫിക് രീതിയിൽ ബാലൻസ് ചെയ്ത് റിയറിനെ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് കാറ് കോർണേഴ്സിലൂടെ എടുക്കുന്നത്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ റിയർ റൊട്ടേഷൻ ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള കാറായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഈ അൺസ്റ്റേബിലിറ്റി ഒരു ലിമിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് മാക്സ് ചെയ്യുന്നത്. ആൻഡ് ഈ സ്ലൈറ്റ് മൂവ്മെൻറ്റിൽ കൂടെയാണ് സത്യത്തിൽ മാക്സ് ഗ്രിപ്പ് അനലൈസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മാക്സിന് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ടെക്നിക്കാണ്. അതായത് വെറ്റ് റേസുകളിലെ മാക്സിന് ടെലിമെട്രി ഡേറ്റ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ബാക്കിയുള്ള ഡ്രൈവേഴ്സിനേക്കാൾ ഒരു 50 മീറ്റർ ലേറ്റ് ആയിട്ടാണ് മാക്സ് ബ്രേക്ക് ചെയ്യുന്നത്. കാരണം ഹീസ് മോർ കോൺഫിഡൻറ്റ് അബൌട്ട് ദ ഗ്രിപ്പ്. ആൻഡ് ബാക്കിയുള്ള ഡ്രൈവേഴ്സ് ഒരു ഹെവി ബ്രേക്കിംഗ് സോണിൽ 7th ഗിയറിൽ സഞ്ചരിക്കുമ്പോൾ മാക്സ് 8th ഗിയറിൽ സഞ്ചരിച്ച് എഞ്ചിൻ ബ്രേക്കിംഗ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കാർ സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ആൻഡ് അന്നത്തെ ബ്രസീലിയൻ GPയിൽ ടെലിമെട്രി നോക്കിയാൽ ഏകദേശം 169 വട്ടമാണ് ഈ 8th ഗിയർ ട്രിക്ക് മാക്സ് പല കോർണേഴ്സിലും യൂസ് ചെയ്തേക്കുന്നത്. സോ ചുരുക്കം പറഞ്ഞാൽ മഴ മാക്സിന് കൂടുതൽ ഗ്രിപ്പ് നൽകുന്നില്ല. ബാക്കിയുള്ളവർ ഡിഫൻസീവ് ആയിട്ട് ഗ്രിപ്പ് കണ്ടെത്താൻ വേണ്ടി സ്ലോയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മാക്സ് റിയൽ ടൈമിൽ പെട്ടെന്ന് അനലൈസ് ചെയ്ത് ഗ്രിപ്പ് കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ മാക്സിന് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് ഡ്രൈവ് ചെയ്യാനും പറ്റുന്നു. ആൻഡ് ഇത് മാക്സിൻ്റെ ഇൻബോൺ ടാലൻ്റ് അല്ല, നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഹ്യൂജ് അവേഴ്സ് ഓഫ് ഇമ്മൻസ് ട്രെയിനിങ് മാക്സിൻ്റെ കുഞ്ഞു കാലത്തിൽ യോസ് വെർസ്റ്റാപ്പൻ ചെയ്യിച്ചുകൊണ്ട് മാത്രമാണ് മാക്സ് ഇത്രയും കോൺഫിഡൻറ്റും സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രൈവറായിട്ട് മാറിയത്. ഈ സീസണിൽ നമ്മളൊരു വെറ്റ് റേസ് കണ്ടിട്ടില്ല, പക്ഷേ ഒരു വെറ്റ് റേസ് വരുവാണെങ്കിൽ ജസ്റ്റ് നോട്ടീസ് ദിസ് മാജിക് ഫ്രം മാക്സ് വെർസ്റ്റാപ്പൻ ആൻഡ് ഡു ഫോളോ ഫോർ മോർ ഫൺ കണ്ടൻറ്റ്സ്.